ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്കായിട്ട് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്നും നമ്മൾ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അവിടെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഇരുന്നിട്ട് നമ്മുടെ ബൊഗൻവില്ലാസ് ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് എടുത്തിട്ട് തരുന്നത് കേട്ടോ. നമുക്ക് വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ബൊഗൻവില്ലാസിൻ്റെ കളക്ഷൻ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ബൊഗൻവില്ലാസ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. എന്നിരുന്നാലും ഒരു ചെടിയിൽ 4ഉം 5ഉം 6ഉം കളറുകളൊക്കെ കാണുന്നത് കുറച്ചുകൂടി എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നതിനെയാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പം നമ്മുടെ ഔട്ട്ലെറ്റിൽ എല്ലാറ്റിൻ്റെയും മദർ പ്ലാന്റ്സ് അത്യാവശ്യം നല്ല രീതിയിലുണ്ട് കേട്ടോ. അപ്പോൾ ആ മദർ പ്ലാന്റ്സിൽ നിന്നാണ് നമ്മൾ ഇതുപോലെ സ്മോൾ കട്ടിങ്സ് എടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നത്. എല്ലാവരും നമ്മളോട് ചോദിക്കാറുണ്ട്, ഗ്രാഫ്റ്റ് ചെയ്ത ചെടികളുണ്ടോ, ഗ്രാഫ്റ്റ് ചെയ്ത ബൊഗൻവില്ലാസ് ഉണ്ടോ എന്നുള്ളത്. പക്ഷേ നമ്മൾ ഒരു ചെടിയിൽ മിനിമം 2-3 കളറുകളാണ് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നത്. അതിൽ കൂടുതലും ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ചെടിയിൽ ഒരു കളർ വരുന്നതിന് പലയിടങ്ങളിലും പല റേറ്റാണ്. അപ്പം നമ്മുടെ കയ്യിലാണെങ്കിലും 500 രൂപയ്ക്കാണ് ഒരു കളർ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് വരുന്നത്. അതുപോലെ അതിനകത്ത് രണ്ടാമത്തെ ഒരു കളർ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ വീണ്ടും 500 രൂപ വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കാശ് കൊടുത്ത് മേടിക്കുന്നത് നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ നമ്മുടെ യൂട്യൂബ് വഴി ഒരുപാട് പേര് ഈ ഒരു വർഷം ബൊഗൻവില്ലാസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോർമൽ ആയിക്കോട്ടെ ഹൈബ്രിഡ് ആയിക്കോട്ടെ, നമുക്ക് അതിൽ നിന്നെല്ലാം ഇതേപോലെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അടുത്തൊരു വേനൽക്കാലം വരുമ്പോഴേക്കും നല്ല രീതിയിൽ നമ്മുടെ വീടുകളിൽ ഒരുപാട് നിറങ്ങളിൽ ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അതിന് ഈ കാണുന്ന രീതിയിലുള്ള സ്റ്റെപ്സ് ഒന്ന് ഫോളോ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മളിവിടെ ഔട്ട്ലെറ്റിൽ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായതെന്ന് പറഞ്ഞാൽ നമ്മുടെ വെരിഗേറ്റഡ് ബൊഗൻവില്ലാസ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ വെരിഗേറ്റഡ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചാൽ വളരെ ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ പൂക്കൾ കാണാൻ, അതെ ഇലകളുടെ ഒരു ഭംഗി വളരെ ഭംഗിയുള്ളതാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഓർഡർ അനുസരിച്ചിട്ടാണ് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വർഷം നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നില്ല കേട്ടോ. അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളിതുപോലെ ഓൺലൈനൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചു, ഇതേ എല്ലാം സക്സസ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരുപാട് നഴ്സറികളിലേക്കാണ് ഇതേപോലെ രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആരും ഇതിനകത്ത് സെയിൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് തന്നെ വീഡിയോ കണ്ടിട്ട് വരരുത് കേട്ടോ. നമ്മുടെ അടുത്തൊരു വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ എല്ലാവർക്കും ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ തരാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ പരാജയപ്പെടും, 2-3 തവണയൊക്കെ പരാജയപ്പെടും. എന്നിരുന്നാലും നമ്മൾ തോറ്റു കൊടുക്കരുത്. നമ്മൾ ഡെയിലി വീടുകളിൽ ഇരുന്നിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, എല്ലാവരും വിജയിക്കും കേട്ടോ. ഗ്രാഫ്റ്റിങ് കാണുന്നത് പോലെ അത്ര എളുപ്പമല്ല കേട്ടോ നമുക്ക് ചെയ്ത് പിടിപ്പിക്കാനായിട്ട്. കാണുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും, പക്ഷേ നമ്മൾ ചെയ്ത് വരുമ്പോഴാണ്, ഒരുപാട് തവണ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമ്മുടെ ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് സക്സസ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷം. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.